അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, ഒരു പാർട്ടിയോട് അങ്ങനെ കേന്ദ്ര സർക്കാരിന് സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിക്കാനാണെങ്കിൽ പിന്നെ ഒരു പാർട്ടിയോട് ഔദ്യോഗികമായി 4 പേര് നിർദ്ദേശിക്കാൻ പറയേണ്ട കാര്യമുണ്ടായിരുന്നോ? നോക്കൂ, ഇവിടെ കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിലൊരു നടപടിക്ക് പിന്നിൽ ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യം ഒരു രാഷ്ട്രീയ താല്പര്യമല്ല, അതൊരു രാജ്യ താല്പര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് സംഘത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്? 5 പ്രധാന കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ആദ്യത്തേത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പൊസിഷൻ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പൊസിഷനോ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ പൊസിഷനോ അല്ല, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഐക്യകണ്ഠമായിട്ടുള്ളൊരു ജനറൽ ഫീലിംഗ് ആണ്, പൊതുവികാരത്തെ ലോകത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് എല്ലാ പാർട്ടിയിൽ നിന്നുള്ള ആളുകളും ഉണ്ടാവണം എന്നുള്ളത് ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. സംഘടനാ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി, സങ്കുചിതമായിട്ടുള്ള മറ്റ് താല്പര്യങ്ങൾക്കൊക്കെ അതീതമായിട്ട് ഒരു വിശാല കാഴ്ചപ്പാട് അവിടെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. കേന്ദ്രത്തെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന ആളുകൾ പോലും ആ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ശശി തരൂർ മാത്രമല്ല, അസദുദ്ദീൻ ഒവൈസി ഉൾപ്പെട്ടിട്ടുണ്ട്, DMK എന്നുള്ള കനിമൊഴി ഉൾപ്പെട്ടിട്ടുണ്ട്, NCPയിൽ നിന്നും JDUയിൽ നിന്നൊക്കെയുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്നുണ്ട്. എല്ലാവരെയും ഉൾപ്പെടുന്ന ഒരു സംവിധാനത്തെയാണ് ഇതാക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ഏറ്റവും നല്ല ആളുകളാവുന്നു എന്ന് ഉറപ്പുവരുത്തുകയും കൂടി വേണം. കാരണം ഇത് രാജ്യത്തെ ലോകത്തിന് മുന്നിൽ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്ന ആളുകളാണ്. അപ്പോൾ ആ മേഖലയിൽ എക്സ്പെർട്ടൈസ് ഉള്ള, അങ്ങനെ ചെയ്ത് പരിചയമുള്ള ആളുകളെ ആയിരിക്കണമല്ലോ നിർദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഓരോ പാർട്ടിക്കാരും നിർദ്ദേശിക്കുന്ന ആളുകൾ ആരാവും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത്, ഇതിൽ ഓരോ എലമെന്റുകളും പ്രധാനപ്പെട്ടതാണ്. ഇത് കേവലം ഒരു റൊട്ടീൻ എക്സർസൈസ് അല്ല, അപൂർവമായി മാത്രം നടക്കുന്ന ഒരു നടപടിയാണിത്. ഇതിൽ ആദ്യത്തേത് ഇന്ത്യയുടെ പൊസിഷൻ വിശദീകരിക്കുക എന്നുള്ളതാണെങ്കിൽ, 2 പാകിസ്ഥാന്റെ ഈ മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ നരേറ്റീവുകളെ കൗണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാൻ കുറേ ദിവസമായിട്ട് ഇൻഫർമേഷൻ വാർഫെയർ നടത്തിക്കൊണ്ടിരിക്കുക. സൈനികമായിട്ട് ഇന്ത്യയോട് വളരെ ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള പരാജയം നേരിട്ടെങ്കിൽ പോലും വാർത്താ വിതരണ സ്രോതസ്സുകളെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ എന്തോ ഇന്ത്യക്ക് മേലെ മേൽക്കൈണ്ടായി, ഇന്ത്യയുടെ സൈനിക സംവിധാനത്തെ തകർക്കാൻ സാധിച്ചു, ഇന്ത്യ പാകിസ്ഥാന്റെ സിവിലിയൻ ടാർഗറ്റുകളെ ആക്രമിച്ചു, ഇന്ത്യ പാകിസ്ഥാനെ അന്യായമായിട്ട് കടന്നു കയറിയിട്ട് അവിടെ അക്രമം നടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് കൊണ്ടുവരികയും പാകിസ്ഥാന്റെ വാദങ്ങളെ പൊളിച്ചെടുക്കുകയും ചെയ്യണം. മൂന്നാമത്തത്, തീവ്രവാദത്തിനെതിരായി, ഭീകരവാദത്തിനെതിരായിട്ടൊരു ഗ്ലോബൽ കൺസെൻസസ് ഉണ്ടാക്കണം. പാകിസ്ഥാനാണ് LET ആണെങ്കിലും ജെയ്ഷെ മുഹമ്മദ് ആണെങ്കിലും ഇങ്ങനത്തെ തീവ്രവാദ സംവിധാനങ്ങളെ മുഴുവൻ ഫണ്ട് ചെയ്ത് അവരെ പിന്തുണച്ചിട്ട് അവരെ കൊണ്ട് ഈ ഭീകരവാദങ്ങൾ നടത്തിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാന് സാങ്ഷൻ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനാണെങ്കിലും ഭീകരതയ്ക്കെതിരെയുള്ള ഒരു കോമൺ കൺസെൻസസ് ഉണ്ടാക്കാനാണെങ്കിലും നമുക്ക് വേണം. 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ട്രേഡിനെയോ ഇൻഡസ്ട്രീനെയോ ഇതൊരു നിലയ്ക്കും ബാധിക്കില്ല എന്ന് ഉറപ്പുവരുത്തണം. കാരണം ലോകരാജ്യങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യ ഒരു സൈനിക സംഘർഷത്തിലാണ്, ഇന്ത്യ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഇനി വ്യവസായങ്ങൾക്ക് അത്ര നല്ല സമയമായിരിക്കില്ല, ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സമയമല്ല, ഇന്ത്യയിൽ എക്കണോമിക് സ്ലോ ഡൗൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തുടങ്ങിയിട്ടുള്ള ആശങ്കകൾ ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, വിദേശ മൂലധനം ഇന്ത്യയിലേക്ക് വരാൻ തടസ്സം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. ഇന്ത്യയിൽ വളരെ സേഫായിട്ട് ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നത് ഉറപ്പുവരുത്തേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ ഇനി നടത്താൻ പോകുന്ന വലിയ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വാർഫെയറുകൾക്ക് ലോകത്തിൻ്റെ പിന്തുണ നമ്മൾ സമാഹരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി അന്യൂൾ ചെയ്തതുപോലെ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി നിങ്ങൾക്ക് അറിയുന്നത് പോലെ വേൾഡ് ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ ഏർപ്പെട്ടിട്ടുള്ളൊരു കരാറാണ്. ആ കരാറിൽ നിന്ന് നമ്മൾ ഏകപക്ഷീയമായിട്ട് പുറകോട്ട് പോകുമ്പോൾ ലോകരാജ്യങ്ങൾ നമുക്ക് എതിരാവുന്നില്ല, അവരുടെ സാങ്ഷൻസ് നമുക്ക് ഉണ്ടാവുന്നില്ല, അവരുടെ പിന്തുണ നമുക്ക് തന്നെ പറഞ്ഞതുപോലെ വളരെ നിർണായകമായ, വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അതിൽ അയക്കുന്ന ആളുകളെ പറ്റി സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ഒരു കാഴ്ചപ്പാടുണ്ടാകും. ശശി തരൂരുമായി കിരൺ റിജിജു അതിനു മുമ്പ് ആശയവിനിമയം നടത്തിയിട്ടുമുണ്ട്. പക്ഷെ കോൺഗ്രസിനോടാണ് ഇത് ചോദിക്കുന്നത്. പിന്നീട് ശശി തരൂരിനെ വേണമെന്നുണ്ടെങ്കിൽ 2ാമതും കോൺഗ്രസിനോട് ചോദിക്കാം. അങ്ങനെ ഉണ്ടായില്ല. അല്ല, നോക്കൂ, ശശി തരൂരിനെ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത്? ശശി തരൂർ നിലവിൽ പാർലമെന്റിന്റെ വിദേശകാര്യ കമ്മിറ്റിയുടെ ചെയർമാനാണ്. കമ്മിറ്റി ഓൺ എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുന്ന വിദേശ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ രൂപീകരിക്കുന്ന പാർലമെന്റിന്റെ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം. അദ്ദേഹം മുൻ വിദേശകാര്യമന്ത്രിയാണ്, വിദേശകാര്യ സഹമന്ത്രിയാണ്. അദ്ദേഹം UN അണ്ടർ സെക്രട്ടറി ആയിട്ട് ഇത്തരത്തിലുള്ള ഗ്ലോബൽ എക്സ്പോഷറുള്ള ആളാണ്. ഇത്തരത്തിലുള്ള ധാരാളം ഡെലിഗേഷൻസ് നയിച്ച് പരിചയമുള്ള ഒരാളാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ വളരെ നാഷണലിസ്റ്റിക് ആയിട്ടുള്ള, രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യത്തിനൊപ്പമുള്ള ഒരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ്.
സ്വാഭാവികമായിട്ട് ഇന്ത്യയെ ഒരു ഫോറത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ എന്തുകൊണ്ട് യോഗ്യനായിട്ടുള്ള ഒരാൾ അദ്ദേഹമാണ്. കോൺഗ്രസ് അദ്ദേഹത്തെ തന്നെ ആയിരിക്കും നിർദ്ദേശിക്കുക എന്നൊരു സ്വാഭാവികമായിട്ടുള്ള എക്സ്പെക്ടേഷൻ അവിടെ ഉണ്ട്. ഇവിടെ BJP ശശി തരൂരിനെ നേരിട്ട് ബന്ധപ്പെട്ടു. ശശി തരൂർ അതിലുള്ള തൻ്റെ താല്പര്യം അറിയിച്ചു. അദ്ദേഹം അപ്പോൾ തന്നെ ഞാൻ തയ്യാറാണ് എന്നത് അറിയിച്ചു. അതിനുശേഷം അദ്ദേഹം അത് കോൺഗ്രസ് പാർട്ടിയും അറിയിച്ചു. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നുള്ളതല്ലേ ശരിയായിട്ടുള്ള ചോദ്യം. ഇവിടെ ശശി തരൂരിനെ വേണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നു. സണ്ണിക്കുട്ടി എബ്രാഹിമിനോട് ചോദിക്കുന്ന ചോദ്യം തന്നെ അത് തന്നെയാണ്. പക്ഷെ ഞാൻ അങ്ങയോട് ചോദിച്ച ചോദ്യം ശശി തരൂരിന്റെ ഒരു പ്രൊഫഷണൽ സ്കില്ലിലോ അദ്ദേഹത്തിന്റെ കാരിസ്മയെ കുറിച്ചോ അദ്ദേഹത്തിന്റെ വ്യക്തി വൈഭവത്തെ കുറിച്ചോ ഇന്റർനാഷണൽ അഫയേഴ്സിലെ അദ്ദേഹത്തിന്റെ സ്കില്ലിനെ കുറിച്ചൊന്നും ഇവിടെ ആർക്കും സംശയമില്ല. എന്തുകൊണ്ട് കോൺഗ്രസ് പറഞ്ഞ ആളുകളെ സ്വീകരിച്ചില്ല? പിന്നെ തരൂർ തന്നെ വേണമെന്ന് തോന്നിയാൽ വീണ്ടും കോൺഗ്രസിനോട് അത് ആവശ്യപ്പെടരുത്. ഇപ്പോൾ ഈ തരൂർ നയിക്കുന്ന ഏഴംഗ സംഘത്തിൽ എല്ലാവരുടെയും പേരിനോടൊപ്പം തന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് രാജ്യ താല്പര്യത്തിനാണെങ്കിലും രാഷ്ട്രീയ പ്രതിനിധികളുടെ സംഘമാണ്. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ട് കോൺഗ്രസിനെ വിശ്വാസത്തിലെടുത്തില്ല എന്ന് ചോദിക്കുള്ളൂ. ഇങ്ങനെ തന്നെ വേണമായിരുന്നു എന്നല്ല എൻ്റെ അഭിപ്രായം. ഞാൻ അങ്ങയോട് ചോദിക്കാവുന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അല്ല, കോൺഗ്രസിന് എൻ്റെ ഉത്തരം ഞാൻ പറയാം. നോക്കൂ, എന്തുകൊണ്ട് കോൺഗ്രസിനെ നമുക്ക് ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ഈ നിലയിൽ വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് നിർദ്ദേശിച്ച പേരുകൾ നിങ്ങൾ നോക്കൂ. ഇങ്ങനെ ഒരു വിഷയത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ഇന്റർനാഷണൽ ഫോറത്തിൽ പോയിട്ട് രാജ്യത്തിന്റെ പൊതു താല്പര്യത്തെ റെപ്രസെന്റ് ചെയ്യേണ്ട ഒരു സംവിധാനത്തെ 4 ആളുകളെ ആവശ്യപ്പെടുമ്പോൾ കോൺഗ്രസ് അതിൽ ഏതെങ്കിലും നിലയിൽ ആരോപണ വിധേയരല്ലാത്ത, കളങ്കിതമായിട്ടുള്ള റെക്കോർഡില്ലാത്ത, ഒരു നിലയ്ക്കും കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് ഉറപ്പുള്ള ആൾക്കാരെയാണ് നിർദ്ദേശിക്കേണ്ടിയിരുന്നത്. കോൺഗ്രസ് നിർദ്ദേശിച്ചതാര്യ 4 പേരിൽ 2 പേരെ പറ്റി ഞാൻ പറയാം, എന്നെ തടസ്സപ്പെടുത്തരുത്. ഒന്ന് ഗൗരവ് ഗൊഗോയിയാണ്. ഗൗരവ് ഗൊഗോയിനെ പറ്റിയിട്ട് ഹിമന്ത് ബിശ്വാസ് ശർമ്മ, അസാമിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത് ബിശ്വാസ് ശർമ്മ പറഞ്ഞിട്ടുള്ള ആരോപണം ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്താണ്? അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള എലിസബത്ത് കോൾബൺ എന്ന് പറയുന്ന വിദേശ വനിത പാകിസ്ഥാന്റെ ഒരു NGOയുടെ ഉദ്യോഗസ്ഥയായിരുന്നു. അവർ വിവാഹശേഷം ഇന്ത്യയിൽ വന്ന് താമസിച്ചതിന് ശേഷവും മാസങ്ങളോളം പാകിസ്ഥാനിൽ നിന്നുള്ള ശമ്പളം കൈപ്പറ്റിയിട്ടുണ്ട്. അവർ 15 ദിവസത്തോളം പാകിസ്ഥാൻ സന്ദർശിച്ച് പാകിസ്ഥാനിൽ താമസിച്ചിട്ടുണ്ട്. ഇവർ മാത്രമല്ല, ഇവരോടൊപ്പം ഗൗരവ് ഗൊഗോയും പാകിസ്ഥാനിലേക്ക് അട്ടാരി ബോർഡർ വഴി പോവുകയും പാകിസ്ഥാനിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ 90 യുവാക്കളെ പാകിസ്ഥാൻ എംബസിയുമായി ബന്ധപ്പെടുത്തിയിട്ട് അവിടുത്തെ ഒരു പ്രോജക്റ്റിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പാകിസ്ഥാനുമായിട്ട് ബന്ധമുണ്ടെന്ന് സംശയം, അങ്ങനെ ആരോപണം ഉന്നയിക്കപ്പെട്ട അതിനെതിരെ ഗൗരവ് ഗൊഗോയ് ഇപ്പോഴും ഒരു നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, ഈ ഹിമന്ത് ബിശ്വാസ് ശർമ്മയ്ക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയക്കാനോ ഒരു ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാനോ ഇദ്ദേഹം തയ്യാറായിട്ടില്ല. പാകിസ്ഥാനുമായിട്ട് ഇത്രയും അടുത്ത ബന്ധമുണ്ട്, പാകിസ്ഥാനിൽ പോയി താമസിച്ചിട്ടുണ്ട്, പാകിസ്ഥാനിലെ ശമ്പളം പറ്റുന്നുണ്ട് എന്ന ആരോപണ വിധേയനായിട്ട് ആളെ ഇങ്ങനത്തെ ഒരു ടീമിൽ ഉൾപ്പെടുത്തുന്നു. അതൊന്ന്. രണ്ടാമത്തെ ആളാരാ? സർ സയ്യിദ് നസീർ ഹുസൈൻ എന്ന് പറയുന്ന MP, കർണാടകയിൽ നിന്നുള്ള MP. നസീർ ഹുസൈനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അവസാനം കേട്ടിട്ടുള്ള വാർത്ത ഏതാണെന്നൊന്ന് ഓർത്തു വെക്കൂ. അദ്ദേഹം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ അനുയായികൾ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയതുമായി ബന്ധപ്പെട്ട് കർണാടകത്തിൽ സംഘർഷം നടക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് ഉണ്ടാവുകയും ഇതുമായിട്ട് അന്വേഷണം നടത്തിയിട്ട് 3 പേരെ പാർട്ടി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ള സാഹചര്യമുണ്ട്. അതായത് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പരസ്യമായിട്ട് മുദ്രാവാക്യം മുഴക്കിയിട്ടുള്ള, അതിന്റെ പേരിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ചർച്ചയ്ക്ക് വിധേയനായിട്ടുള്ള, ഇപ്പോഴും അതിന്റെ ആരോപണം നേരിടുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ വളരെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള കോൺഗ്രസ് അയച്ചത് പാക് അനുകൂല നിലപാടുള്ള നേതാക്കളുടെ പട്ടികയാണ് എന്നുള്ള BJPയുടെ ആരോപണം ഇതിന് പിന്നാലെ ഉണ്ടായിരുന്നു. അത് അങ്ങയിൽ നിന്ന് കിട്ടാനാണ് ഞാൻ 3 ചോദ്യങ്ങൾ അങ്ങയോട് ചോദിച്ചത്. എന്തുകൊണ്ട് കോൺഗ്രസിനെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് അങ്ങയിൽ നിന്ന് ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് ഈ 3 ചോദ്യങ്ങളും ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഞാൻ അങ്ങേലേക്ക് വരാം. ശരി, അങ്ങേലേക്ക് വരാം. അല്ല, അത് BJPയുടെ സംശയമാണ്. അത് പക്ഷേ പാർട്ടി നിലപാടെന്ന രീതിയിൽ അങ്ങ് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ അതാണ് അങ്ങയോടുള്ള ചോദ്യത്തിൽ നിന്ന് ലക്ഷ്യമിട്ടത്. അങ്ങയുടെ ആ ഉത്തരമായിരുന്നു.